നമ്മുടെ പ്രിയപ്പെട്ട ചക്കക്കുരു കൊണ്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ വളരെയധികം ഇന്ന് ഓൺലൈനിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പറഞ്ഞു ചക്കക്കുരു മിൽക്ക് ഷേക്ക്. അതെ അതെ അതെ, നമ്മുടെ രീതിയിലല്ലേ? അതെ. അപ്പൊ ആദ്യം അത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് പറഞ്ഞേ. ചക്കക്കുരു നമ്മൾ എടുത്തിരിക്കുന്ന ഇത് ഒരു കുക്കറിൽ ഇട്ടേച്ച് ഈ തൊണ്ടോടുകൂടി കേട്ടോ, ഫുൾ തൊണ്ടോടുകൂടി മീതെ നകക്ക വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് വേവിക്കുക. അത് ചക്കക്കുരുവിന്റെ വേവെന്ന് പറഞ്ഞാൽ പല കുരുവും പല വേവായിരിക്കും. നമുക്കിതൊരു 4 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇത് വെന്തിട്ട് ഇത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി തോലൊക്കെ കളഞ്ഞ് തണുത്തതിന് ശേഷമാണ് പരിപാടി തുടങ്ങണം. അപ്പൊ ആദ്യം വേവിച്ച് വെക്കാം. ഇതിലേക്ക് ഇട്ടോ. കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കറിൽ ഇച്ചിരി വെള്ളം അധികം, ഇച്ചിരി കളഞ്ഞേക്കാട്ടോ, അത്രയും വേണ്ട. ഞാനൊന്ന് സിങ്കിലേക്ക് ഒഴിച്ചോട്ടോ. നമുക്ക് ഇത്രയും വെള്ളം മതി. ഇത് മതി. മീതെ വെള്ളം നിൽക്കണമെന്നുള്ളൂ. അതിനാന്ന് വെച്ചാൽ നമ്മള് വേവിക്കാൻ വയ്ക്കുമ്പോ ഇത് വെള്ളം വറ്റി പോകരുതല്ലോ. അതുകൊണ്ട് നമുക്കൊരു 4 വിസിൽ അടുപ്പിച്ചാൽ നമ്മുടെ ചക്കക്കുരു വെന്തോളും. പിന്നെ നമുക്ക് തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ അടിക്കണം. ഇത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നത് ചക്കക്കുരു വെന്തു, അത് ചൂടാറി നന്നായിട്ട്. വെളുത്ത് ഈ പുറമേ ഉള്ള തൊണ്ടില്ലേ, ഇത് വെളുത്തത് അത് മാത്രമാട്ടാ കളയണോളൂ. പിന്നെ ബ്രൗൺ നിറത്തിലുള്ള ആ തോട് നല്ല വൈറ്റമിൻ ഗുണമുള്ളതാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് മാറ്റിക്കളയണില്ല കേട്ടോ. അതെ, നമ്മൾ പറഞ്ഞു കേട്ടേക്കാൻ അതെ, നമുക്ക് അറിയില്ല അതെ എന്നാണ് പറയണത്. അതുകൊണ്ട് അത് നമ്മൾ കളയണില്ല. വെളുത്ത ആ തൊണ്ട് മാത്രം കളഞ്ഞേച്ച് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് ആദ്യം അത് അരച്ചെടുക്കണം. ചുമ്മാ അങ്ങ് കാണിച്ചാൽ വെന്തിരിക്കുമല്ലേ, തൊണ്ട് പോന്നോളും. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നാന്ന് അരയുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഈ മുഴുവനെ ഇട്ടാൽ ചിലപ്പോൾ അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് കേട്ടോ. ഇനി നമുക്കിതേ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മിക്സിയുടെ ബൗളിലേക്ക്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് അടിക്കാൻ നേരത്ത് ആകെ ഷേക്കിന് നമ്മൾ എടുക്കണ ഈ ഒരു കാണാമോ, ഈ ഒരു കപ്പിന് 1 കപ്പ് പാലാണ് എടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പാല് കാച്ചിയിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ അത് തണുത്തതാട്ടോ. തണുപ്പിച്ച പാലാണ്, കാച്ചിയ പാലാണ് കേട്ടോ. അത് തണുത്തതാണ്. ഈ 1 കപ്പിനാണ് നമ്മൾ ഷേക്ക് അടിക്കണത്. അതിൽ നമ്മൾ 8 ചക്കക്കുരു ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ സ്വല്പം പാല് ഇത് ആദ്യം ഒന്ന് കുറച്ച് ചക്കക്കുരു അരഞ്ഞു കിട്ടാനായിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. മതിയാവും. അത് മതി, അരഞ്ഞു കിട്ടാൻ അത് മതി. ഇനി നമുക്കൊരു 1.5 സ്പൂൺ ഷുഗർ ചേർക്കാം. അത് മതിയാവും. ഷുഗർ അല്ലല്ലോ അധികം ഇതിന് മുന്നിൽ നിൽക്കണ്ട. ചക്കക്കുരുവിന്റെയും പാലിന്റെ ടേസ്റ്റ് അല്ലേ. ഏലക്ക ചേർക്കണില്ല, കാരണം ഇവിടെ ഹർക്ക് ഏലക്ക വലിയ താല്പര്യമൊന്നും. വാനില എസൻസും ഏലക്കായും ഒന്നും നമ്മൾ ചേർക്കണില്ല. നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇത് തന്നെ. അതിന്റെ ടേസ്റ്റിനോട് അധികം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചേർക്കാത്തത്. ഇനി നമ്മൾ ഇതൊന്ന് അരച്ച് നമുക്ക് കാണിക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാലിങ്ങൾ അതിലേക്ക് ചേർക്കാം. ഈ ഫോമിൽ ഞങ്ങൾ അരച്ചെടുത്തോ. അപ്പൊ ഇതിന് മധുരം ആ പാലിന് ഇച്ചിരി കുറവാന്ന് തോന്നിയത് കൊണ്ട് 1 സ്പൂൺ വടിച്ച് പാല് ചേർക്കുന്നുണ്ട്. അല്ല, 1 സ്പൂൺ വടിച്ച് പഞ്ചസാര ചേർത്ത. 1.5 സ്പൂൺ ചേർത്തതാണ്, അത് മതിയായില്ല കേട്ടോ. ഇനി നമുക്കൊരു 2 ഐസ് ക്യൂബും കൂടെ ഇട്ടാലോ. തണുപ്പ് അധികം വേണ്ടല്ലോ എന്ന് കരുതിയാ 2 എണ്ണം ഇടാം. നമ്മൾ 3 ഐസ് ക്യൂബേ ഇട്ടിട്ടുള്ളൂ. ഇത് ഓപ്ഷണൽ ആണ്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അതെ അതെ, തണുപ്പ് അധികം വേണ്ടല്ലോ എന്ന് കരുതിയാട്ടോ ഇടാതെ. നമ്മൾ 3 എണ്ണം എന്തായാലും ഇട്ടിട്ടുണ്ട്. അടിച്ച് നോക്കാം. ഇനി ബാക്കി പാലും കൂടെ പാല് ഫുൾ ഒഴിക്കുവാണേ. ഒന്നുകൂടി മിക്സിയിൽ അടിക്കാം. എങ്ങനെ ഉണ്ടെന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഞാനൊന്ന് ഇട്ടിട്ടൊക്കെ ഇനി നമുക്ക് അടിച്ചെടുക്കാം. അടിച്ച് ഷേക്കിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാം അല്ലേ? കൊണ്ടുവരാം. ഇങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് എന്ന വായിൽ വരുന്നത്. ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് പകരുവാണേ. നമ്മൾ വേറെ യാതൊരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറോ മറ്റുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. ഒരു ഗ്ലാസ്സിൽ കൂടെ പകർത്തിയാലോ? കുഞ്ഞു ഗ്ലാസ് കുട്ടി ഗ്ലാസ് അല്ലേ?
ഷേക്ക് റെഡിയാക്കി നമ്മുടെ കിച്ചണിൽ. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. അതെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യണേ. വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ചക്കക്കുരു മിൽക്ക് ഷേക്ക്. ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വേറെ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തിട്ടില്ല, കളർ പോലും കേട്ടോ. ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ നന്നായിരിക്കണം. ഇത് ചക്കക്കുരു ആണെന്ന് ആരും പറയുകയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മള് സപ്പോർട്ട കൊണ്ട് പാല് ചേർത്ത് അടിക്കൂലേ ഷേക്ക്, ചിക്കോ, അതുപോലെ എനിക്ക് തോന്നിക്കുന്നു. കുടിച്ചിട്ട് ആ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും വീടുകളിലൊക്കെ ചക്കക്കുരു ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ലോക്ക്ഡൌൺ ടൈമില് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ്. ചക്കക്കുരു പോഷക ഗുണമുണ്ട്, പാലും പോഷക ഗുണമുണ്ടല്ലോ. പിന്നെ ഷുഗർ ഞങ്ങൾ ഒരുപാട് ഷുഗർ ചേർത്തിട്ടില്ല. മധുരം അനുസരിച്ച് ഓരോരുത്തർക്കും ചേർക്കാം. തണുപ്പും ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ചേർക്കാം. തണുത്ത വെള്ളമോ ഐസോ ഒക്കെ വേണ്ടതുപോലെ ചെയ്യാം കേട്ടോ. ഞങ്ങള് മിതമായ തണുപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിന്. കാരണം ഇപ്പൊ ഈ ഭയങ്കര ചൂടായിട്ട് നിൽക്കുമല്ലോ, ഇപ്പൊ ത്രോട്ടിനൊക്കെ വിഷയം വന്നാ ഐസ് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഇത് വളരെ രുചിയുള്ള ഒരു ഡ്രിങ്കാണ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒന്നോടെ ഒന്ന് കുടിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണും വരേക്കും ബൈ ബൈ. ഇനി ആരെങ്കിലും വരുമ്പോ ഇതൊന്ന് അടിച്ചു കൊടുത്തേച്ച് നമുക്ക് ചോദിക്കാം എന്താന്ന്. ആർക്കും പറയാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. അപ്പൊ ഷേക്ക് ഏതായാലും അടിപൊളിയായി. നമുക്ക് ഈ വീട്ടിൽ ഈ ചക്കക്കുരു അവൈലബിൾ ആയത് കാരണം നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വരികയും ചെയ്തു കേട്ടോ. ഇവിടെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ജസ്റ്റ് വൺസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നല്ലതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് രസമായിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ചക്കക്കുരു കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബോഡി കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് ട്രൈ ചെയ്യാവുള്ളൂ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പിന്നെ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ ബൈ.